മീൻ പിടിച്ചുകൊണ്ടിരുന്ന ശിമയോനും അന്ത്രയോസും, വല നന്നാക്കിക്കൊണ്ടിരുന്ന യാക്കോബും യോഹന്നാനും. അവർ ഈശോയുടെ പിന്നാലെ കൂടുന്നത് ഓൺ ദ സ്പോട്ടിലാണ്. എല്ലാം ഉപേക്ഷിച്ചു എന്ന് ആലങ്കാരികമായി പറയുന്നതല്ല. വലയും വള്ളവും വീട്ടുകാരും കൂട്ടുകാരും ഒക്കെ പിന്നിലുണ്ട്. കാരണമുണ്ട്. ഈശോ ഇർറെസിസ്റ്റബിൾ അട്രാക്ഷനാണ്. അവനെ ഇഗ്നോർ ചെയ്യുക അത്രയ്ക്ക് എളുപ്പമല്ല. എൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങളെ, നന്മയിലേക്കും വിശുദ്ധിയിലേക്കുമുള്ള ആഗ്രഹങ്ങളെ ഈശോ ഉണർത്തും. അവൻ്റെ ഒപ്പം കൂടിയാലേ എനിക്ക് ഞാനായി മാറാൻ പറ്റൂ എന്ന് അവൻ എനിക്ക് മനസ്സിലാക്കി തരും. ശരിയായ സന്തോഷം അവനിലാണ് എന്ന് ഞാൻ അറിയും. നന്നായി ജീവിക്കുന്നവനിൽ നിന്നല്ലേ ജീവിതം പഠിക്കേണ്ടത്. എനിക്ക് ജീവിക്കാൻ യേശുവിൻ്റെ പിറകെ പോയേ തീരൂ. ഈശോയുടെ പിന്നാലെ പോക്ക് ഒരു സെൽഫ് ഡിസ്കവറിയാണ്. എൻ്റെ സീക്രട്ട് അറ്റാച്ച്മെൻറ്റ്സും ഏറ്റുപറയാത്ത തെറ്റുകളും മറഞ്ഞു കിടക്കുന്ന മുറിവുകളും ഒക്കെ ഈ യാത്രയിൽ എൻ്റെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെടും. അത്രയ്ക്ക് എളുപ്പമല്ല ഈ പിറകെ പോക്ക്. എൻ്റെ കഴിവ് കൊണ്ട് തന്നെ ആവില്ല. അത് അംഗീകരിക്കണം. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് തോന്നുമ്പോൾ എൻ്റെ മുമ്പിൽ ഒരു എമർജൻസി എക്സിറ്റ് കാണപ്പെടും. ദൈവം എന്നെ സഹായിക്കാൻ തുടങ്ങും. അതുകൊണ്ട് പണ്ട് പാടിയിരുന്ന ഒരു പാട്ടില്ലേ, യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ, തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. അതൊന്ന് കണ്ടുപിടിച്ചു കേൾക്കണം. പറ്റുമെങ്കിൽ പാടാൻ കൂടി പഠിക്കണം. അല്ല, പാടി നോക്കണം.